இந்த ஏரியா அந்த ஏரியா ஆல் ஏரியாலயும் நம்ம എന്തൊക്കെയോ പ്രാക്ടീസ് ചെയ്യണം കേട്ടാ. ഹലോ ഹലോ അസണ. എവിടെയാ, എന്താ പരിപാടി? പരിപാടിയൊന്നുമില്ല. എവിടെയാ ഇരിക്കുന്നേ? ഞാൻ മുതുക്കിലോട്ട് പോണു. മുതുക്കിലോട്ട് പോണോ? ഇപ്പൊ എവിടെയാ കറന്റ് ഉള്ളത്? പറ കേക്കുന്നില്ലേ? വേറെ എവിടെ നിൽക്കോ? ഹലോ ഹലോ 8096 നിൽക്കുന്നത്. ഞാൻ അങ്ങോട്ട് വരണോ? അണ്ണൻ എവിടെയുണ്ട്? ഞാൻ അങ്ങോട്ട് വരാം. ഇല്ല, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഇത് എന്റെ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. சொல்லவா? இந்த ஏரியா அந்த ஏரியா அந்த இடம் இந்த இடம் ஆல் ஏரியா நம்ம வாசு கில்லிடா. ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മതി. ഓക്കെ. ആണോ ഹെൽപ്പ് ദർശന. എടാ ദർശനക്ക് എന്ത് പറ്റി? ദർശനയോ ആരൊക്കെയോ തട്ടിക്കൊണ്ട് പോയി. ഹലോ 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 ആരാ? ഹലോ ഹലോ ബ്രോ കേക്കാവോ? ഹലോ കേക്കാം. ആരാ? ഹലോ ഹലോ ദർശന. അസണ ഇവരെന്നെ അപ്പുനെ കൊന്നു. അപ്പുകുട്ടിനെ കൊന്നോ? എന്നെ ഇവര് ഇവിടെ പിടിച്ചോണ്ട് 2 മാസം ഡയലോഗ് പറയട്ടെ. എവിടെ ലൊക്കേഷൻ? എവിടെ ലൊക്കേഷനൊക്കെ പറയാം. ലൊക്കേഷനൊക്കെ പറയാം. ആദ്യം നീ ഒരു 50 കോടി കൊണ്ടുവിടുവാ. പൈസ കൊണ്ട് നീയൊക്കെ ജീവനോട് ഉണ്ടാലല്ല 50 കോടി നിനക്കൊക്കെ മേടിച്ച് കയ്യിൽ വെക്കാൻ പറ്റുള്ളൂ. ആദ്യം കൂടി പറഞ്ഞത് അങ്ങോട്ട് കേക്ക്. ആദ്യം 50 കോടി കൂടി കൊണ്ടുവാ. നമ്മള് പറയണേ 50 കോടി ഇവിടെ 50 കോടി ലൊക്കേഷൻ പറയോ? എനിക്ക് ദർശനോട് സംസാരിക്കണം. ദർശനം സേഫ് അല്ലേ? സേഫ് ആണ്. അപ്പുക്കുട്ടൻ അവനവിടെ അവനൊക്കെ തീർത്ത് തട്ടിയവനൊക്കെ. തൽക്കാലം ദർശന അപ്പുക്കുട്ടന്റെ കാര്യം നോക്കിക്കോളാം. ദർശന സേഫ് ആയിട്ടിരിക്കും, ഒന്നുമില്ല, നോക്കിക്കോളാം. അപ്പൊ 2027 പൈസ കൊണ്ട് വരണം. 2027 ഓക്കെ. ഈ സിറ്റുവേഷൻ നമുക്ക് എടുക്കണോ ഗൈസ്? സിറ്റുവേഷൻ എടുക്കണോ നമുക്ക്? ഇതിപ്പോ ഈ സിറ്റുവേഷൻ നമുക്ക് എടുക്കണോ? എടുക്ക്. യെസ്. ചാറ്റിലെല്ലാം യെസ് ആണ് പറഞ്ഞത്. ഓക്കെ. ദർശനം അങ്ങോട്ട് നീയൊക്കെ എന്താ വിചാരിച്ചേ? അങ്ങ് ഈസി ആയിരിക്കും വിചാരിച്ചോ? നീയൊക്കെ ദർശനെ കൊണ്ട് നീയൊക്കെ ഒന്നുകൂടെ ജനിക്കണം. നീയൊക്കെ ഒന്നുകൂടെ ജനിക്കണം ദർശനെ കൊണ്ടുപോകണമെങ്കിൽ, മനസ്സിലായേ? നിന്റെയൊക്കെ 50 കോടി.
இந்த ഇതൊക്കെ ஏரியா ആദ്യമേ அந்த പറഞ്ഞേ, ஏரியா മര്യാദക്കാണ് മര്യാദക്കെന്ന്. ஆல் ஏரியாலயும் நம்ம வாசு கில்லிடா എന്തിന് ഇപ്പൊ എന്നെ എന്തിന് ബാക്ക് പൊളിച്ച് ഒറ്റ കളിക്കാനാ ഞാൻ ആദ്യമേ നിന്നെയൊക്കെ ഓൺ ചെയ്തതാട്ടാ. കളിച്ച് കളിച്ച് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് കളിക്കണം നീയൊക്കെ. ഒരു 5 പേരെ വിളിച്ചോണ്ട് വരാൻ വയ്യാന്നോടാ. നിന്റെയൊക്കെ ഒരു ഇവന്റെയൊക്കെ ബോഡി വർക്കിംഗ് ഇവിടെ കൊണ്ടുവന്നിട്ടാ. അണ്ണാ അകത്ത് എത്ര ബോഡി ഉണ്ണാ പിന്നെ അല്ലടാ തീവേ എണ്ണാൻ പറ്റുന്നില്ല എത്ര ബോഡി അകത്ത്. വർക്കി വരുത്തണ്ട കൊറേ ബോഡി ഉണ്ട്. இவன் தெரியுதா இதனாலதான் எங்களோட லீடர் மனசிலாயா எஸ்கார்ட் 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 ആ ഓക്കെ സെറ്റ്. അണ്ണാ അവരെ നിന്നെയൊക്കെ പണ്ണു ഒറ്റയ്ക്ക് അടിച്ചിട്ട് എടാ വർത്താനം വേണ്ട, മനസ്സിലായ? വർത്താനം നിന്റെ അടുത്തൊക്കെ ആദ്യമേ ഞാൻ വാൺ ചെയ്തതാ, മനസ്സിലായ? വാൺ ചെയ്തേ ഞാൻ ഒറ്റയ്ക്ക് മതി നിന്നെയൊക്കെ ഒരു ഏട്ടണതിന്. നിന്റെയൊക്കെ ബാക്കിയുള്ളവന്മാർ ബോഡി അപ്പുറത്ത് കിടക്കണം. നീയൊക്കെ പോകുമ്പോ അതും കൂടെ കൊണ്ടുപോണേ. നമ്മളെ പറക്കി പറക്കി മടുത്ത് മനസ്സിലായ. നിന്നെ ഒന്നും പറക്കാൻ വയ്യ ഇനി. അല്ല പിന്നെ ദർശനൊക്കെ ഒന്നും പറ്റിയിട്ടില്ലല്ലോ. പോവാ പറയടാ. എടാ പിന്നെ ദേഷ്യം വന്നില്ലടാ എനിക്ക്. ഞാൻ ഇത്ര റേജ് ആയിട്ടില്ല ഈ ഇടയ്ക്കൊന്നും. നമ്മള് സന്തോഷത്തോടെ ഇവന്മാരൊക്കെ എല്ലായിടത്തും ഉണ്ടാവല്ലോ ഇങ്ങനെ കുറെ എണ്ണം. നമ്മൾ എന്തെങ്കിലും നമ്മൾ സന്തോഷമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യുമ്പോ മുടക്കാനായിട്ട് കുറെ എണ്ണം. അണ്ണാ ഞാൻ കാരണം ഞാൻ കാരണം ദർശന കാരണമല്ല. അയ്യോ ദർശന ഇതൊക്കെ എന്റെ ലൈഫിൽ സഹജമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ ദർശന. ഡെയിലി റൂട്ടീനില് നടക്കുന്ന കാര്യമാണ്. ചിലപ്പോ ഇപ്പൊ 6 പേരെ അടിക്കാൻ സാധാരണ നമ്മള് ഗ്യാങ് ആയിട്ട് പോകും. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് വരണമെന്ന് അത്രേ ഉള്ളൂ. നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ ഇങ്ങനെ അപകടത്തിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ആൾക്കാർ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അല്ല ഞാൻ ബാക്കപ്പ് നിർമ്പോ ഞാൻ ഹെലി എടുത്താ വന്നേ. എന്നിട്ടും ഇത്ര പെട്ടെന്ന് ഒത്തിരി എണ്ണം തീർത്തു. ചില സമയത്ത് നമുക്കൊരു അഡ്രിനലിൻ ഉണ്ടാവുമല്ലോ സ്റ്റീവേ. മനസ്സിലായി. നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് നമുക്കൊരു ഭ്രാന്താണ് മനസ്സിലായി. അഡ്രിനലിൻ കേറും. நான் பின்னாடி அவன் பின்னாடி போறான். ஒரு பாடி എത്ര നേരം വിളിച്ചിടാ തിരക്കായപ്പോ സോറി ഞാൻ റേഡിയോയിൽ ഇല്ലായിരുന്ന അണ്ണ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തറാ കാര്യം. ആദ്യമായിട്ട് ഇത്ര വലിയ എതിരാളിയെ കാണുന്ന നെക്സ്റ്റ് ടൈം കാണാടാന്ന്. കാണാടാന്നോ? വേണ്ട 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 ഒന്നും ചെയ്യണ്ട വിട്ടേരെ കൊച്ചു വിട്ടേരെ. ആദ്യം മുട്ടയിൽ എഴഞ്ഞ് നടക്ക് നീ എണ്ണീക്ക്. എന്നിട്ട് വർത്താനം ദർശന സാബു ആ ഹെലിയിൽ വരും. ഓക്കെ ഹലോ ദർശു എന്തോ എവിടെയാ? ഞാനത് മുതുക്കില് ഇവിടെ ലോലന്റെ അടുത്തുണ്ട്. ഏത് ടിവിയിലെ ലോലന്റെ അടുത്താ? ലോലൻ ബ്രദർ. ഓക്കെ എന്താ പരിപാടി? ഒന്നുമില്ല, വെറുതെ ചുമ്മാ നിക്കുന്നു. ആണല്ലേ. ഞാനൊരു ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. അപ്പൊ ഒരു ലൊക്കേഷൻ തരാം, അങ്ങോട്ടൊന്ന് വരണേ. വരാണ്ണ. ലോലൻ കൂടെ വന്ന കുഴപ്പമുണ്ടോ? ലോലൻ അല്ലല്ലോ, ഇവിടെ ടിവിയിലെ പിള്ളേരെല്ലാം എന്റെ കൂടെ ഉണ്ട്. എടാ അമ്പത്തൂരേ ഒന്ന് വന്നേ, ഇറങ്ങി വന്നേ. എന്താ പ്ലാൻ? എന്താ അണ്ണാ ബർത്ത്ഡേ കേക്ക് മുറിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അണ്ണൻ പറഞ്ഞ പോലെ ഒരു നല്ല വണ്ടിയുണ്ട്. അണ്ണാ ഏത് പെണ്ണും ആഗ്രഹിക്കുന്ന ഒരു വണ്ടി ഞാൻ ചെയ്തേക്കുന്നത്. ഏതാ സെറ്റപ്പ് പരിപാടി? ഞാൻ ഹെലിയിലാണ്, ഞാൻ വരും, ഞാൻ എന്നിട്ട് നിങ്ങളെ പിക്ക് ചെയ്യും ഹെലിയിൽ. മനസ്സിലായി? ഹെലിയിൽ പെണ്ണും ആഗ്രഹിക്കുന്ന വണ്ടി എന്ന് പറയുമ്പോ ഞാനോ പിങ്ക് കളറാണോ? ഷിഫ്റ്റ്. അണ്ണ ഒരു എല്ലാരും ബൈക്ക് കാറ് കൊടുക്കുമ്പോ
ഒരു പെറ്റി സ്കൂട്ടിക്കകത്ത് ഇങ്ങനെ ലവ് ചിഹ്നമൊക്കെ ബാക്കിൽ ലൈറ്റ് കത്തി വെച്ചോ അത് റൊമാൻസ് ആയിരിക്കും. ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ അവളെ വിളിച്ചിട്ട് ഞാൻ എന്തോ പറയണ്ടേ? അണ്ണാ നോർമലായിട്ട് ഇതിൽ സംസാരിക്കാൻ വരുന്നു അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ഇല്ലില്ല അമ്പോ നമ്മളുള്ള ഡീലാക്കിയില്ലേ, വിളിച്ചാ പോരെ അതും പറഞ്ഞു. എന്തോ ദർശനെ ഞാൻ ഇന്നലെ വിളിച്ചിട്ട് ഒരു ദർശനക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ട്, ഞാൻ നാളെ തരുമെന്ന് പറഞ്ഞായിരുന്നു. അയ്യോ അണ്ണ അങ്ങനെ പറയണ്ട. അപ്പൊ അങ്ങനെ പറഞ്ഞു പോയി ഇന്നലെ തന്നെ. അണ്ണ മറന്നുള്ള രീതിയിൽ അഭിനയിക്കണ്ണ. അണ്ണനല്ല അണ്ണ പിള്ളേരുടെ ഇടയില് ആക്ടിങ് ഹീറോ. ഞാൻ ഇപ്പൊ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ലൊക്കേഷൻ തരാം അങ്ങോട്ടൊന്ന് വരണേന്ന്. അണ്ണനെ ബർത്ത്ഡേ എന്നുള്ള കാര്യം മറന്നുപോയി എന്നുള്ള അത് തന്നെ. നീ മണ്ടനാണാടാ. ഞാൻ ഇന്നലെ വിളിച്ചിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് നാളെ തരാമെന്ന് മെനഞ്ഞാന്നത്തെ ബർത്ത്ഡേ ഇന്നലെ തട്ടിക്കൊണ്ട് അത് കൊള്ളാം. അണ്ണ തട്ടിക്കൊണ്ട് പോയിട്ട് അണ്ണ മാസ് എൻട്രി ബ്രോങ്കോയിൽ വന്ന് ഇറങ്ങുന്നു. അണ്ണ രക്ഷിച്ചോണ്ട് കൊണ്ടുപോയി കേക്ക് കുറിക്കുന്നു. ഒരു 10 സ്കോർപിയോ കാർ ഞങ്ങൾ നേരത്തെ ഇങ്ങിടാ. അണ്ണ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി തരാം BME-ന്ന് വിഷയായിരിക്കും. പക്ഷെ എന്നെ ആരും അടിക്കാൻ പാടില്ല. അത് സെറ്റാണ്. ഇവന്മാരെല്ലാം നിന്ന് തരും ഹെൽമെറ്റ് ഇല്ല. അണ്ണൻ ഒറ്റയ്ക്ക് ഇറങ്ങി ബ്രോങ്ങിൽ ഇറങ്ങി അടിച്ച് ചിഹ്നാക്കിയിട്ടിട്ട് രക്ഷിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നാണ്. അത് കുഴപ്പമില്ല. ടിക്കറ്റ് അതല്ലേ അല്ല ഒരു അടി കൊള്ളാൻ ഒരു 4 പേരെ സെറ്റ് ചെയ്യണം. എന്നെ ആരറിയിക്കും? ഞാൻ ഇവരെ തട്ടിക്കൊണ്ട് പോയെന്ന് എങ്ങനെ എന്നെ പറയും? നിനക്ക് വേണ്ടപ്പെട്ട ഒരാളെ വിളിക്കാൻ പറയും. പൈസ പറയാം. അവള് വേറെ ആളെ വിളിച്ചാൽ എന്ത് ചെയ്യും? പോയി അയ്യോ അതന്നെ അണ്ണ കോൾ ചെയ്തോണ്ടിരിക്കുമ്പോ നമ്മള് തട്ടിക്കൊണ്ടുപോകും. അതെങ്ങനെയുണ്ട്? കോൾ ചെയ്ത സമയത്ത് ഒന്ന് തട്ടിക്കൊണ്ടുപോകും നമ്മള്. അണ്ണ റേഡിയോ 2 ചെക്ക് ചെയ്യിക്കാ മതി, നമ്മളറിയും. എങ്ങനെ തട്ടിക്കൊണ്ട് പോവും? അതാണ് പ്രശ്നം. അണ്ണ കാറിൽ കയറ്റിട്ടോണ്ട് പോകും പോരെ. നടക്കും. ആൾക്കാരെ വിളിക്കാം TJ-നെ വിളിക്കാം 4 പേരെ. എന്തായാലും വെടികൊള്ളൂല. നമുക്ക് ഗ്രാനിയോസ് സെറ്റ് ചെയ്യാം. ഗ്രാനിയോസ് നമ്മൾ കുറെ പൊട്ടിത്തെറിക്കുന്ന സാധനമുണ്ട്. പണ്ണിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ നിങ്ങളല്ലേ അണ്ണൻ വെടിവെച്ച് എന്നെ അടിച്ചു വന്ന അണ്ണൻ വെടിവെച്ച് കേറി വരുമ്പോ 2 പേര് സൈഡിൽ നിന്ന് ആ മറ്റേ എണ്ണക്കാനൊക്കെ അടിച്ചു പൊട്ടിക്കണം. അപ്പൊ ഫുൾ എന്നിട്ട് ഞാൻ പറയണേ, എന്നിട്ട് ഞാൻ എല്ലാരും വൈപ്പ് ചെയ്ത് കഴിയുമ്പോ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാസ് BGM വരണം. മറ്റേ അല്ലു അർജുന്റെ മറ്റേ ബൈക്കിന് മറ്റേ സിനിമ എൻട്രി ഇല്ലേ ബൈക്കൊക്കെ വെച്ചിട്ട് അല്ലു ആലോചിക്കാൻ പോലും വയ്യ എനിക്ക്. അത് എടാ നിങ്ങൾ അവളുടെ അടുത്ത് എത്താറായോ? ലൊക്കേഷൻ പറ. എവിടെ കൊണ്ടാ അവളെ പോയെ? ഹലോ ഹലോ പാട്ടൊക്കെ എടുത്ത് വെച്ചേക്കണ മന്ദാരം ലാസ്റ്റിൽ അവിടെ വരുമ്പോ ഒന്നാന്തരം ബലൂൺ തരാ അതൊക്കെ പ്ലെയർ അടിക്കും. ഞാൻ സ്പോട്ടിൽ വെടിവെക്കും. കോച്ച് പാട്ടിട്ടല്ലേ ഞാൻ ഇവിടെ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഞാൻ ചിലപ്പോ ആ സ്വാഗില് ചിലപ്പോ ദർശനം പോലും മൈൻഡ് ചെയ്ത് ഫ്രണ്ടിലോട്ടങ്ങ് നടക്കുവേ. ഈ പാട്ടല്ലേ കൺഫേം അല്ലേ? ഓക്കേ ഓൾ ഗുഡ് സെറ്റ്. സാബു എന്നെല്ലാം പണ്ണണു. സാബു ഒന്നും പണ്ണണ്ട. സാബു അവിടെ അന്നേരം സാബു പറയണ്ടെന്ന് പറഞ്ഞാല് സാബു തമിഴില് ഞാൻ അകത്തോട്ട് വെടിവെക്കാൻ കയറി പോകുമ്പോ കോച്ച് അവിടെ തമിഴില് മാസ് ഡയലോഗ് പറയണം അവളോട്.
അത് വന്ന് പരുന്ത് വാസു. എനിക്ക് ഇവ്ളോ പെரிய ഗ്യാങ് ലീഡർ അയ്യോ അങ്ങനൊന്നും അല്ല, അത് വന്ന് പരുന്ത് വാസു. അവൻ തല കൊയ്യാതെ തിരിച്ചു വരമാട്ടെ, അങ്ങനത്തെ എന്തെങ്കിലും തമിഴ് സാധനം ഉണ്ടല്ലോ. ആ അങ്ങനത്തെ സാധനം എന്തെങ്കിലും സെറ്റ് ചെയ്ത് തള്ളി വിടണം അവിടെ. എന്നിട്ട് ഞാൻ വെടിവെച്ച് തിരിച്ചു വരുമ്പോഴും അവിടെയും പുകഴ്ത്തണം എന്നെ, ഫുൾ പുകഴ്ത്തണം എന്നെ തന്നെ. നിങ്ങൾ എന്റെ കൂടെ ഗണ്ണെടുത്ത് വരണം, പക്ഷെ നിങ്ങൾ വെടിവെക്കല്ലേ. അയ്യേ അത് വേണ്ട, അത് വേണ്ട. പറഞ്ഞു കൊടുക്കല്ലേ. എടാ ഞാൻ പറഞ്ഞ കാര്യം കേക്ക്, നീ എന്റെ അടുത്തോട്ട് വരണം. ഞാൻ അവിടെ വെടിവെച്ചിട്ട് ഇവന്മാരുടെ അടുത്തോട്ട് പോകും, അവളുടെ അടുത്തോട്ട് പോകുമ്പോ നീ അവളെ നൈസായിട്ട് ഞാൻ ഇങ്ങനെ പറയും, മന്ദാരം ദർശനം നോക്കിക്കോ, ഞാനിപ്പോ പോയി അകത്ത് പോയിട്ട് ഞാൻ ഇവരെ ഒന്ന് എല്ലാത്തിനും അടിച്ചു ഓടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോകട്ടാ. ഈ വണ്ടി ഇവിടുന്ന് വരണം നമ്മൾ, അപ്പം സൈഡിൽ നിന്ന് വണ്ടി ബ്ലാസ്റ്റ് ആവും. ഏത് ചാടി വണ്ടി മാറ്റി വണ്ടിക്ക് നീ പിടിച്ച് മേലോട്ടുള്ള വഴി പറഞ്ഞേ, മേലോട്ടുള്ള വഴി പറ. എവിടെ നിക്കുന്നേ? നീയൊക്കെ എവിടെ ഏത് കാലിന്റെ അടയിൽ പോയി ഇരിക്കുന്നു? നീയൊക്കെ എന്താണ് പറഞ്ഞത്? നീയൊക്കെ എന്താ വിചാരിച്ചേ? ദർശനം ഈസിയായിട്ട് കൊണ്ടുവന്നോ? അടുത്തോട്ട് കൊണ്ടുപോടാ മന്ദാരവേ, അടുത്തോട്ട് കൊണ്ടുപോടാ. നീയൊക്കെ എന്താ വിചാരിച്ചേ? അങ്ങ് ഈസി ആയിരിക്കും വിചാരിച്ചോ? നീയൊക്കെ ദർശനം കൊണ്ട് നീയൊക്കെ ഒന്നുകൂടെ ജനിക്കണം. നീയൊക്കെ ഒന്നുകൂടെ ജനിക്കണം ദർശനം കൊണ്ടുപോകണമെങ്കിൽ, മനസ്സിലായോ? നിന്റെയൊക്കെ 50 കോടി ദർശനയിലേക്ക് അറിയോ? സാബു ആ ഹെലിയിൽ വരും. നമ്മുടെ പ്ലാൻ ഇത് പറയാ ദർശന. ഞാൻ പെട്ടെന്ന് പേടിച്ചു. ദർശന ഇതൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ദർശന. അതിൽ പെട്ടെന്ന് ഇതാവണ്ട. ഇന്നത്തെ ഈ അടിയിൽ എന്തായാലും ഇനി അവന്മാര് ദർശനയുടെ 7 അയലത്ത് പോലും വരില്ല. എന്തോ ദർശന പെട്ടെന്ന് എന്താ സംഭവിച്ചേന്നേ മനസ്സിലായില്ല. ഇതൊന്നും ഞാൻ ദർശനയോട് എപ്പോഴും അധികം സമയം ഒന്നും സ്പെൻഡ് ചെയ്യാത്ത എന്താണെന്ന് അറിയുമോ? ഗ്യാങ്ങിന്റെ കാര്യങ്ങൾക്കായിട്ട് ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ടാ. ഡെയിലി ഇതുപോലെ വാറും കാര്യങ്ങളൊക്കെ അല്ലേ ഞങ്ങൾ മാനേജ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതൊരു പുതിയ കാര്യമല്ലല്ലോ. എടാ അമ്പത്തൂരെ ഏതെങ്കിലും ഒരു കടയുടെ ഇതിന്റെ വെള്ളോട് ചവിട്ടി എന്റെ ദേഹത്ത് കയ്യിൽ മൊത്തം ചോരയാണ്. ഒന്ന് കഴുകി കളഞ്ഞിട്ട് പോവാം. കടൽ തീരത്തിൽ നിർത്തി കുറച്ച് കഴുകിട്ട് പോവാം. അത് ഇനി റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലടാ, ഇനി റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അണ്ണ ജനങ്ങളെ മനസ്സിലെ ഹീറോ അല്ല അണ്ണ, അതുകൊണ്ട് പെട്ടുപോയി അണ്ണ ഞങ്ങൾ. സോറി ദർശന, സോറി ദർശന. ഫോണൊക്കെ അവര് മേടിച്ചപ്പോഴേ എനിക്ക് ആരെയും കോണ്ടാക്ട് ചെയ്യാനോ ഒന്നും പറ്റും. എനിക്ക് ലൊക്കേഷൻ പോലും അവർക്ക് ഇട്ടുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥയെ പേടിച്ചു പോയപ്പോ. ഇല്ല ദർശന, ഒന്നുകൊണ്ട് പേടിക്കണ്ട. നമ്മളൊക്കെ ഈ സിറ്റിയിലുള്ളപ്പോ ദർശനം ആരെന്ത് ചെയ്യാനാ? ദർശന